ഹലോ ഗൈസ്, മഹാലക്ഷ്മിയിൽ വീണ്ടും ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു. അതേ കൂട്ടുകാരെ, നമ്മളുടെയൊക്കെ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ളൊരു ദുരന്തമാണ്. ചിലരൊക്കെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു, ചിലരൊക്കെ ഇത് ഇങ്ങനെ തന്നെ ആവണമെന്ന് പറഞ്ഞിരുന്നു. അതേ കൂട്ടുകാരെ, നമ്മുടെ കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെ, അതും കരുണ മനഃപൂർവ്വം കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന രംഗങ്ങൾ, അതിക്രൂരമായ നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് മഹാലക്ഷ്മിയിൽ ഇനി കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. കാരണം നമ്മളെല്ലാം കണ്ടു കാണും, നമ്മുടെ ഉണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ നാണക്കേടും കാര്യങ്ങളും കള്ളപ്പണമാണ് വെളുപ്പിക്കാൻ നോക്കി ശ്രമിച്ച കാര്യങ്ങളും കേസുകളും ഒക്കെ ടി വിയിൽ വരുന്നുണ്ട്. ടി വിയിലൂടെ നമ്മുടെ പ്രതാപനും കുടുംബവും, അതായത് കരുണയും പ്രതാപനും മുത്തശ്ശിയും ഒക്കെ കാണുന്നുണ്ട് അല്ലേ. ഈ നാണക്കേട് സഹിക്കാനാവാതെ സ്വന്തം വയറ്റത്തിട്ട് നമ്മുടെ കരുണ കുറെ അടിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഈ പെരുങ്കളന്റെ കുഞ്ഞിനെയാണോ ഞാൻ വയറ്റിൽ ചുമക്കുന്നത് എന്നും പറഞ്ഞ് വയറ്റിലിട്ട് കുറെ അടിക്കുന്നതും, പിന്നെ നമ്മുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു കരുണയെ തന്നെ ആയിരിക്കട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന് പിന്നാലെ നമ്മുടെ കരുണ സ്വന്തം ജീവനെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുകയും ചെയ്യും. അതിനും മടിക്കില്ല. അത്രയ്ക്കും എന്താ പറയാ, ഭയങ്കര അന്തസ്സുള്ള ഒരു ടൈപ്പായിരുന്നു നമ്മുടെ കരുണ അല്ലെ. അപ്പൊ അത്രയും അന്തസ്സിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഇത്രയും മാനക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ നമ്മുടെ കരുൺ എന്തായാലും സ്വന്തം ജീവൻ തന്നെ ഒടുക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അത്രയും നാണം കെട്ട് മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും മുന്നിൽ കരുൺ ഇങ്ങനെ അന്തസ്സോടുകൂടി തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുമെന്ന് നമ്മൾക്ക് പ്രേക്ഷകർക്ക് തോന്നുന്നില്ല. കരുണയുടെ സ്വഭാവം അനുസരിച്ച് കരുണ അത് തന്നെ ചെയ്യാനാണ് സാധ്യത. ഒന്നല്ലെങ്കിൽ കരുണയുടെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ടാകും നമ്മുടെ ഉണ്ണിയോട് പ്രതികാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും. നഷ്ടപ്പെടില്ല. എന്തായാലും കരുണ പോയാൽ പിന്നെ നമുക്കൊരു നെഗറ്റീവ് റോൾ ആ പരമ്പരയിൽ പിന്നെ ഉണ്ടാവില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് എന്തായാലും കാത്തിരുന്ന് തന്നെ കണ്ണോട്ടപ്പടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.